നമ്മുടെ മനസ്സിന് കുളിർമയേകിയ കുഞ്ഞോമനകൾക്ക് നന്ദി. പുതിയ നിയമ വേദവായനയ്ക്കായി ശ്രീ റോജൻ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 13 മുതൽ 20 വരെകളൊക്കെ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയെ ദൈവപ്രസാദമുള്ള മനുഷ്യരുടെ സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മളോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ഭേദപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്ത് മടങ്ങിപ്പോയി. ബാറക്കുമോ. പൈതലായി നമുക്കിടയിൽ വന്നു ചാതനായ ആ വലിയ രക്ഷകന്റെ തിരുപ്പിറവി പാടി ഘോഷിക്കുവാൻ സ്വാഗതം ചെയ്യാം ശ്രീമതി ഷൈല റിജ റീനു. ഒരു ദിവ്യ പൈതലായി ഭാഗ്യതാരകം
മണ്ണിൽ നമുക്കായി രക്ഷകന്റെ പിറവി ഘോഷിക്കുവാൻ ഒരു മനോഹര ഗാനവുമായി ഇതാ യൂത്ത് മെമ്പേഴ്സും വനിതാ സമാജവും തയ്യാറായി. സ്വാഗതം ചെയ്യാം. കാളിക്കോട്ടിൽ പിറന്ന മേരിയും നന്ദനനെ കണ്ടു വഴങ്ങിടുവാൻ പോയിടം കൂട്ടരെ വേദത്തിൽ പോയിടാം വേദമേലുണ്ണിയെ ദർശിപ്പാൻ അത്ഭുതമല്ലേ വീരനം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ഇന്നു ജാതനാ നമുക്കായി ജാതനാ പാടുവിനുച്ചത്തിൽ ഒന്നു ചേർന്നു നാം ഇന്നു ജാതനാ നമുക്കായി ജാതനാ പാടുവിനുച്ചത്തിൽ ഒന്നു ചേർന്നു നാം കുന്തൊരുക്കവും കാഴ്ച വെച്ചതാ വിദ്വന്മാരവർ എന്തു നൽകുന്ന തിരുമുൽ കാഴ്ചയാൽ നമ്മെ തന്നെ പൂർണ്ണമായി നൽകാം അത്ഭുതമല്ലേ വീരമന്ദിരം നിത്യപിതാവ് സമാധാന പ്രഭു ഇന്നു ജാതനാ നമുക്കായി ജാതനാ പാടുവിനുച്ചത്തിൽ ഒന്നു ചേർന്നു നാം ഇന്നു ജാതനാ നമുക്കായി ജാതനാ പാടുവിനുച്ചത്തിൽ ഒന്നു ചേർന്നു നാം ലോകത്തിൻ രക്ഷിതാവേ